അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്ന് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൂന്ന് ആളുകൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹി അസ്സ വജൽ. മൂന്ന് പേർ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അതിൽ ഒരാൾ റജുലുൻ ഖറജ ആസിയം ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ഫഹുവ ളാമിനുൻ അലല്ലാഹി ഹത്താ യതവഫാഹു, അവൻ രക്തസാക്ഷിയാകുന്നത് വരെ, മരണം വരിക്കുന്നത് വരെ, ഷഹീദാകുന്നത് വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ്. ഫയദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഔ യുറദ്ദുഹു ബിമാ നാല, അല്ലെങ്കിൽ അവൻ തിരിച്ചു വരും. മിന്നജിരിൻ, നല്ല പ്രതിഫലവുമായും, ഗനീമത്തിൻ, നല്ല ഗനീമത്ത് സ്വത്തുമായി, യുദ്ധമുതലുമായി അവൻ തിരിച്ചു വരും. ഇപ്പം രണ്ട് നേട്ടങ്ങൾ അവൻ ഉറപ്പാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായി കൊണ്ട് തന്നെ അവൻ സ്വർഗീയ ലോകത്തേക്ക് പോകും. അല്ലെങ്കിൽ സന്തുഷ്ടനായി വിജയ ശ്രീലാളിതനായി അവൻ തിരിച്ചു വരും. ഇങ്ങനെയുള്ള ഒരാൾ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. രണ്ടാമത്തത് വറജുലുൻ, മറ്റൊരു വ്യക്തിയാണ്, റാഹ ഇലൽ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് വരുന്നവനാണ്, പള്ളിയിലേക്ക് സ്ഥിരമായി വരുന്നവനാണ്. ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവനും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സംരക്ഷണം അവൻ ഏത് ഘട്ടത്തിൽ മരിക്കുമ്പോഴും മരണം വരെ സ്ഥിരമായി പള്ളിയിലേക്ക് വരുന്നവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫയദ്ഖുലുൽ ജന്ന, അവൻ്റെ ഇടം സ്വർഗത്തിലാണ്. പടച്ചോനെ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. മരിക്കുവോളം സ്ഥിരമായി പള്ളിയിൽ വരാൻ, എല്ലാ വക്തിലും തന്നെ പള്ളിയിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. അതാണ് രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആളാണ് വറജുലുൻ, ഒരു വ്യക്തിയാണ്, ദഖല ബൈതഹു ബിസലാം, അവൻ അവൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഫഹുവ ളാമിനുൻ അലല്ലാഹി അസ്സ വജൽ, അവനും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. ആലോചിച്ച് നോക്കൂ. അഥവാ സലാം പറയുക, കുടുംബങ്ങളോട്, കൂട്ടങ്ങളോട്, കുട്ടികളോട്, ഭാര്യമാരോട്, ബന്ധുമിത്രാദികളോട്, വീട്ടിലുള്ളവരോട് സലാം പറയുക എന്നതിന് എത്രമാത്രം പ്രാധാന്യമാണ് ഷഫീഉനാ റസൂലുള്ളാഹി നൽകിയത്. ആലോചിച്ച് നോക്കൂ. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനോട്, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് സ്ഥിരമായി വരുന്നവനോട് തന്നെ സാമ്യപ്പെടുത്തിയിട്ട് മൂന്നാമത് പറഞ്ഞത് വീട്ടുകാരോട് സലാം പറയുന്നവൻ എന്നാണ്. അഥവാ വീടുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ, കുടുംബവുമായി, ഭാര്യയുമായി, ഉപ്പയുമായി, ഉമ്മയുമായി. അപ്പോൾ അല്ലറ ചില്ലറ തെറ്റ്, കുറ്റങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അകൽച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നിമിഷത്തിൽ അകന്നു പോയാൽ, പിണങ്ങിപ്പോയാൽ, തെറ്റിപ്പോയാൽ അടുത്ത നിമിഷത്തിൽ അത് ക്ലിയറാക്കണം. എന്തുകൊണ്ട് ക്ലിയറാക്കണം? ഈ സലാം പറഞ്ഞുകൊണ്ട് ക്ലിയറാക്കണം. അതാണ്. മനസ്സിൽ പകയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, വിരോധമില്ല, ഒന്നുമില്ല. മനുഷ്യ സഹജമായി പരസ്പരമുള്ള പിണക്കങ്ങൾ, തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകളെയും പിണക്കങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്സലാമു അലൈക്കും എന്ന അഭിവാദനം കൊണ്ടുവന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന
ആ നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.